ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. പോർട്ട്ഫോളിയോയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് നേരത്തെയും നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് പോർട്ട്ഫോളിയോ എന്താണ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ആവശ്യകത എന്താണ്, പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ കുറേ വീഡിയോസിൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ uxuimaniaയുടെ ഈ ഒരു ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ലിസ്റ്റിലായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്ലേ ലിസ്റ്റുകൾ കാണാം. അതിനകത്ത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റും ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 5ഓളം വീഡിയോകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഓരോന്ന് 1 by 1 ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർട്ട്ഫോളിയോയെ കുറിച്ചുള്ള ഒരു നല്ലൊരു ബേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനകത്തിടുന്ന വർക്ക് ഫയലുകളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ sprout.photo എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിവേ ഈ ഒരു വെബ്സൈറ്റ് ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് പേരിലാണോ നിങ്ങളുടെ ഒരു ഡൊമൈൻ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പേരിൽ നിങ്ങൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാക്കണം. നിങ്ങളുടെ പേഴ്സണൽ ജിമെയിൽ ഐ ഡി വേണമെന്ന് ഞാൻ പറയില്ല, മറിച്ച് ഇതിന് വേണ്ടിയിട്ട് വേറൊരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കിയാൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിനുശേഷം ആ ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഓർമ്മ വേണം, അതിൻ്റെ പാസ്വേഡൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നിങ്ങളിവിടെ ലോഞ്ച് യുവർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഡൊമൈൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ uxuimania എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഓൾറെഡി ഞാൻ ആ പേരിൽ ഇതിനകത്തൊരു ഡൊമൈൻ എടുത്തിട്ടുള്ളതുകൊണ്ട് അത് അവൈലബിൾ ആയിരിക്കില്ല. സോ ഞാൻ വേറൊരു പേര് ഇപ്പോൾ uxuimania എന്നും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കിയാണ്. ഗ്രേറ്റ് ചോയ്സ്, കണ്ടിന്യൂ. അപ്പോൾ ആ പേര് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ബട്ടൺ തരും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ജിമെയിലിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജിമെയിലിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ എൻ്റർ ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റ് യുവർ ന്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ്, ഒരു നല്ല ഡിസൈൻ, നല്ല സിമ്പിളായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ ഒരു പോർട്ട്ഫോളിയോയുടെ പേജ് നമുക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ നോക്കിയാൽ മനസ്സിലാവും. ഞാനിവിടെ കൊടുത്തത് uxuimania എന്നാണ്. അതുകൊണ്ട് uxuimania.sprout.photo എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ അവർ നമുക്കായിട്ട് ഒരു പോർട്ട്ഫോളിയോ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വരിക. ഞാനിവിടെ ആ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേരിൽ uxuimania.sprout.photo എന്ന പേരിൽ ഒരു ഫോൾഡർ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. ആ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും 2 ഫോൾഡറുകൾ കാണാം. ഒന്ന് മീ, ഒരെണ്ണം ഫോട്ടോസ്. ഓക്കെ, അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ട്ഫോളിയോയിലെ നിങ്ങൾക്കുള്ള ഫോട്ടോസുകൾ, നിങ്ങൾ ഇടാൻ പോകുന്ന വർക്കുകൾ അവരൊരു 3 എണ്ണം ഡമ്മി ആയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എബൌട്ട് എന്ന് പറയുന്ന ഒരു ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ എബൌട്ടിനകത്തുള്ള ഒരു ഫോട്ടോയും അവരവിടെ ഇട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഫോൾഡറുകൾ. ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തിട്ട് അവരവിടെ ഇട്ടിരിക്കുന്ന ഈ 3 ഫോട്ടോകൾക്ക് പകരം നമുക്ക് നമ്മുടെ ഫോട്ടോസുകളും നമ്മുടെ ഡിസൈൻസുകളും അതിനകത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ചുമ്മാ കുറച്ച് ഞാൻ ചെയ്യുന്ന ഇവിടുത്തെ സാധാരണ തംബ്നെയിൽസിൻ്റെ കുറച്ച് പേജുകൾ ഇവിടെ ആ തംബ്നെയിൽ ഡിസൈൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു പേജിലേക്കായിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ഡ്രോപ്പ് ഫയൽ ഹിയർ എന്നുള്ള ഇവിടേക്ക് നമ്മുടെ ആ ഡിസൈൻസുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള ഇഷ്ടമുള്ള ഫോട്ടോഗ്രാഫ്സുകളോ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്വന്തം വർക്കുകളോ ഒക്കെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി എൻ്റെ കിടന്ന കുറച്ച് തംബ്നെയിൽസുകൾ ഇവിടെ ആയിട്ട് കോപ്പി ചെയ്തു. ഓക്കെ, അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയതിനു ശേഷം അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ സ്വന്തം ഗൂഗിൾ ഡ്രൈവിൽ നിന്നാണ് ഇമേജുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫോട്ടോസുകൾ മാറ്റാനും ഡിസൈൻസുകൾ പുതിയതിടാനൊക്കെ തന്നെ നിങ്ങളുടെ സ്വന്തം, ഞാൻ നേരത്തെ പറഞ്ഞ ജിമെയിൽ ഐ ഡിയുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വന്നാൽ മതി. ദെൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും ഫോട്ടോസുകളുണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ വരിക, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. അവർ തന്നിരിക്കുന്ന ആ 3 ഫോട്ടോയുടെ സ്ഥാനത്ത് നമ്മളുടെ ഫോട്ടോസുകൾ ഇട്ടതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. കണ്ടോ? വളരെ സിമ്പിളാണ്. വളരെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിമനോഹരമായ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഇതുപോലുള്ളത്
നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വളരെ എടുത്തു പറയത്തക്ക അഡ്വാൻറ്റേജ്. അതുപോലെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് വ്യൂ പല രീതിയിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വലുതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ലിസ്റ്റ് വൈസ് വളരെ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1 by 1 by 1 ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഈ തംബ്നെയിൽസ് കാണുന്ന വ്യൂസ് ഇവിടുന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിൽ ബാക്കിലേക്ക് വന്നിട്ട് മീ എന്ന് പറയുന്ന പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മീ എന്ന് പറയുന്ന പേജിൽ അവരിട്ടിരിക്കുന്ന ഫോട്ടോസുകൾ ഇവിടെ കാണാം. അതിലെ ഈ അവതാർ എന്ന് പറയുന്ന നമ്മുടെ ഫോട്ടോസിൻ്റെ സ്ഥാനത്ത് ഇവിടെ അവർ കിടക്കുന്ന അവതാർ എന്ന് പറയുന്ന ഫോട്ടോ മാറ്റിയിട്ട് അതേ പേരിൽ നമ്മൾ നമ്മുടെ പേരിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ uxuimaniയുടെ ലോഗോ എടുത്ത് avatar.png എന്ന് പറഞ്ഞ് ഇവിടെ ഇട്ട് കൊടുത്താൽ ഇതിന് പകരം ഇട്ടാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആവും. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എബൌട്ട് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജാണ് ഈ കിടക്കുന്ന ഇമേജ്. അതെടുത്തതിന് ശേഷം ഞാൻ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സൈസിൽ എൻ്റെ ഒരു uxuimaniയുടെ ഒരു ബാനർ ഇതുപോലെ ഉണ്ടാക്കുന്നു, എൻ്റെ ഫോട്ടോസുകളോ ലോഗോ ഒക്കെ വെക്കുന്നു. അതിനുശേഷം അത് ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇതിന് പകരം ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ ഇവിടെ അപ്ഡേറ്റ് ആവും. ഓക്കെ, അതിനുശേഷം തന്നെ ഈ ടെക്സ്റ്റുകളെല്ലാം തന്നെ ഇതിൽ വരേണ്ട ബയോ ടെക്സ്റ്റ്, ബ്രീഫ്, കോപ്പിറൈറ്റ്, നെയിം, പേപ്പർ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റുകളുടെ എല്ലാം പേജുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ഒരു നോട്ട് പാഡ് ഫയൽ തന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റുകളായിട്ട് ജസ്റ്റ് അതൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക, ഇതിനകത്തോട്ട് വീണ്ടും അതിനകത്തോട്ട് കൊണ്ട് കോപ്പി ചെയ്യുക. അപ്പോൾ ആ ടെക്സ്റ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിട്ട് മാറുന്നതാണ്. ഇപ്പം എബൌട്ട് എന്ന് പറഞ്ഞ പേജിൽ നിൽക്കുകയാണ്, ഈ ഒരു ഇമേജ് മാറ്റി ഞാൻ ഇവിടുത്തെ എൻ്റെ ടെക്സ്റ്റും ഈ ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റും കൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ടെക്സ്റ്റുകളായിട്ട് മാറും. അതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക്, അതുപോലെ നിങ്ങൾക്ക് മെയിൽ അയക്കാനുള്ള ഓപ്ഷൻ ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണഗതിയിൽ ഒരു കമ്പനിക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കുമ്പോൾ കാണേണ്ടുന്ന നമ്മുടെ ഫോട്ടോ, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ്, നമ്മുടെ എബൌട്ട് എന്ന് പറയുന്ന ലിങ്ക്, നമ്മളെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ, ഇത്രയായിരിക്കും സാധാരണഗതിയിൽ ഒരു പോർട്ട്ഫോളിയോ എന്ന നിലയിൽ നമ്മൾ വളരെ പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ തമ്പ് ഇങ്ങനെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ വലിയ ഇമേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ മാറ്റി മാറ്റി നോക്കാനൊക്കെയുള്ള ഓപ്ഷൻസുകളുണ്ട്. ഇതിൽ നിന്ന് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോജക്റ്റുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലുള്ള തംബ്നെയിൽസുകളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ 2-3 ക്ലിക്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇതിന് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഡ്രൈവിൽ വരിക, ഫോട്ടോസ് മാറ്റി കൊടുക്കുക, അതവിടെ മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൾഡറിനകത്തുള്ള മീ എന്ന് പറയുന്നത് എബൌട്ട് പേജും ഫോട്ടോസ് എന്ന് പറയുന്നത് വർക്ക് പേജിനുമുള്ള 2 ഫോൾഡറുകളാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കുകൾ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കൊടുക്കുക, നിങ്ങളിവിടെ വരിക, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിങ്കിനകത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും. വളരെ ഈസിയാണ്. ഗൂഗിൾ ഡ്രൈവ്, നിങ്ങളുടെ സ്വന്തം ഗൂഗിൾ ഡ്രൈവ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇനി പോർട്ട്ഫോളിയോ ഇതുപോലെ മാനേജ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോജക്റ്റുകൾ വളരെ പെട്ടെന്ന് കാണുന്നവർക്ക് കാണാനും അതിൻ്റെ പ്രിവ്യൂ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും നിങ്ങളെക്കുറിച്ച് കൂടുതൽ എബൌട്ട് പേജിൽ വന്ന് മനസ്സിലാക്കാനും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോസുകൾ, നിങ്ങൾ ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസുകൾ ഇവിടെ ഫോട്ടോഗ്രാഫറുടെ പോർട്ട്ഫോളിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ല ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈൻസുകൾ ഇതുപോലെ ചെയ്ത് ഈ ഒരു പേജിൽ കൊണ്ടിടുക. ഏത് സൈസിൽ നിങ്ങൾ കൊണ്ടിട്ടിരുന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റായിട്ട് ഇവിടെ വരും. അതുകൊണ്ട് സൈസിനെ കുറിച്ച് നിങ്ങൾ അറിയുക വേണ്ട. വലിയ സൈസ് ഇട്ടാലുള്ള ഗുണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലുതായിട്ട് തമ്പ് കാണിക്കാൻ പറ്റും. അതിൽ വീണ്ടും നമ്മൾ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഇമേജ് ആണെങ്കിൽ ഇതുപോലെ അതിൽ വീണ്ടും വലിയ പ്രിവ്യൂ കാണാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൈസിനെ കുറിച്ച് പറയുകയേ വേണ്ട, ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊണ്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈനിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയതിന് ശേഷം ആ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ലിങ്കുകൾ, നിങ്ങളിടുന്ന ലിങ്കുകൾ തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ചും ഒരു നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സ്പ്രൗട്ടിനകത്ത് നല്ലൊരു സിമ്പിളായിട്ടുള്ള പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നമുക്ക് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളുടെ പോർട്ട്ഫോളിയോ കണ്ട് നിങ്ങളുടെ വർക്കുകളൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള നല്ലൊരു അവസരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്തെടുക്കുക. ഡിസൈനേഴ്സ് മാത്രമല്ല, ഇത് ഫോട്ടോഗ്രാഫേഴ്സിനും വളരെ ഹെൽപ്പാണ്. ഈ ഒരു തീം എന്ന് പറയുന്നത് ഡിസൈനേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ തീമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്തോളുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.